90% വിദ്യാർത്ഥികളുടെയും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരു പുതിയൊരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വർഷം നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യും, ഈ വർഷം നമ്മൾ എങ്ങനെ സെറ്റാക്കും, ഈ വർഷം നമ്മൾക്ക് ഏത് രീതിയിൽ പഠിച്ചാൽ എന്തെല്ലാം ഉടായ്പകൾ കാട്ടിയാൽ നമുക്ക് അടിപൊളി മാർക്കുകൾ കിട്ടും, അങ്ങനെയുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. സ്വാഭാവികമാണ്, അതിൽ വലിയ തെറ്റൊന്നുമില്ല. അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോയിൽ. ഒന്നുമില്ല മക്കളെ, സിമ്പിളാണ്. നമ്മൾ എന്താണ് ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് സൂചിപ്പിക്കുന്നത്. കുറേ പോയിന്റ്സുകൾ ഉണ്ട്, ഞാൻ ജസ്റ്റ് 1 by 1 ആയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരാം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ഞാനിവിടെ 2 ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്: അണ്ടർസ്റ്റാൻഡ് യുവർ എനർജി സൈക്കിൾ ആൻഡ് ക്രോണോടൈപ്പ്. അതായത് നിങ്ങൾക്കൊരു എനർജി സൈക്കിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്രോണോടൈപ്പ് ഉണ്ടാവും. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇതിങ്ങനെ ക്രോണോടൈപ്പ് അതെന്താ സാധനം എന്നുള്ള എനിക്ക് ഡൗട്ട് ഉണ്ടാവും. ഒന്നുമില്ല മക്കളെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർ ഏർലി ബേർഡ് പീപ്പിൾസ് ആയിരിക്കും. ഏർലി ബേർഡ് പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് രാവിലെ ഉഷാറായിട്ട് പഠിക്കാൻ പറ്റുന്ന, അതായത് രാവിലെ നല്ല പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കുട്ടികളായിരിക്കും ചില ആൾക്കാർ. അവർ രാത്രി പഠിക്കാതിരുന്നാൽ മേ ബി അവർക്ക് രാത്രി പെട്ടെന്ന് ഉറക്കം വരും, പെട്ടെന്ന് ചടപ്പ് ഫീൽ ചെയ്യും. അങ്ങനെ സം കൈൻഡ് ഓഫ് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാവാം മേ ബി ചില ആളുകൾക്ക്. എന്നാൽ വേറെ കുറേ ടീമുണ്ട്, ഓൾ നൈറ്റ് ഓൾ പീപ്പിൾസാണ്. അതായത് രാത്രി ഫുൾ ആക്റ്റീവ് ആയിരിക്കും. രാത്രി ഒരു 12 മണി വരെ ഇരുന്നാലും ഒരു പ്രശ്നമില്ല, ഫുൾ പ്രൊഡക്റ്റീവ്, ഫുൾ ഉറക്കം. രാവിലെ പുസ്തകം കിട്ടിയ അപ്പം തന്നെ ഉറക്കം വരും. ഞാൻ ആ ടൈപ്പ് ആട്ടോ. ഓക്കെ, ഞാൻ പണ്ടിൻ്റെ ഡിഗ്രിക്കൊക്കെ ഞാൻ 2 മണി വരെയൊക്കെ പഠിക്കലുണ്ടായിരുന്നു. 2 മണി 3 മണിയൊക്കെ പഠിക്കും. രാത്രി എനിക്ക് എത്രയും പ്രശ്നമില്ല, രാത്രി ഞാൻ എത്ര എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകും, എനിക്കൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ രാവിലെ എനിക്ക് വല്ലാണ്ട് കഴിയില്ല. രാവിലെ ഞാനൊരു 5 മണിക്ക് നീച്ചാൽ തന്നെ ഞാൻ ഒരു 10 എന്ത് ചെയ്യും, ഇങ്ങനെ പോകും. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ആളുകളാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. സിമ്പിളാണ്, നിങ്ങൾ തന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് രാത്രി പഠിക്കുമ്പോഴാണോ അത് രാവിലെ പഠിക്കുമ്പോഴാണോ ഒന്നും കൂടി പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ നിങ്ങൾ ഒരു 2-3 ദിവസം വേണമെങ്കിൽ ഒരു ഫസ്റ്റ് ആഴ്ച എന്ത് ചെയ്യുക, നിങ്ങളൊരു ടെസ്റ്റ് ഡോസ് അടിക്കുക. അത് രാത്രിയും പഠിക്കുക, രാവിലെയും പഠിക്കുക. ഏതാ നിങ്ങൾക്ക് അടിപൊളി എന്ന് തോന്നുമോ അത് ചൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ക്രോണോ ടൈപ്പ് മനസ്സിലാക്കണം. നമ്മൾ ഏത് സ്ട്രാറ്റജിയിലാണ്, നമ്മൾ ഏർലി ബേർഡ് പീപ്പിൾ ആണോ അതോ നൈറ്റ് ഓൾ പീപ്പിൾ ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ഈ ഏർലി ബേർഡ് പീപ്പിൾ ആണെങ്കിലും നൈറ്റ് ഓൾ പീപ്പിൾ ആണെങ്കിലും 2 കൂട്ടർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അവസാനം പറയാം. പിന്നെ കുറച്ച് ടീമുകളുണ്ട്, അതായത് ഓല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൽ ഇൻ ബിറ്റ്വീൻ പീപ്പിൾസ് ആയിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ രാത്രി ആണെങ്കിലും കുഴപ്പമില്ല, രാവിലെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അവർക്കുള്ള സൊല്യൂഷനും ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പോയിന്റ്. നിങ്ങൾ ഏത് കാറ്റഗറി ഓഫ് പീപ്പിൾസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരാഴ്ച ടെസ്റ്റ് ഡോസ് അടിച്ചാൽ മതി. ഓക്കെ അല്ലേ? രണ്ടാമത് നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ 80-20 റൂൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. 80-20 റൂളോ, അതെന്താ സാധനം? സിമ്പിൾ, ഒന്നുമില്ല. അതായത് നിങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് ഈസിലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈസിലി പഠിക്കാൻ പറ്റുന്ന വിഷയം ഉണ്ടല്ലോ, അതിന് കുറച്ച് സമയം കൊടുക്കാം. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിന് കൂടുതൽ സമയം കൊടുക്കുക. അതാണ് 80-20 റൂള്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് പണ്ട് ബയോളജിക്ക് എനിക്ക് ഭയങ്കര സിമ്പിൾ, അതുകൊണ്ട് ഞാൻ ബയോളജി മാഷ് ആയതിട്ടോ. ഞാൻ ഭയങ്കര ബയോളജി ഞാൻ മെയിൻ ചെയ്യുന്നു, വേറെ ലെവൽ. ഓക്കെ, അതുകൊണ്ട് ബയോളജി ഞാൻ എന്ത് ചെയ്യണം, കുറച്ച് സമയം പഠിക്കണം. കാരണം എനിക്ക് കുറച്ച് സമയം പഠിക്കുമ്പോഴത്തേന് എനിക്ക് ഓട്ടോമാറ്റിക്കായൊക്കെ പഠിക്കും. ബയോളജിയും സോഷ്യലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് ഫിസിക്സ് മാത്സ് ഒക്കെ കണ്ണ് നേരെ കണ്ടുകൂടാ, എടുത്ത് 2 പൊട്ടിക്കാൻ തോന്നും. എനിക്ക് തീരെ ഇഷ്ടമില്ലേനു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, അതിന് കുറച്ച് കൂടുതൽ സമയം കൊടുക്കേണ്ടി വരും. ഞാൻ +2 സയൻസ് പഠിക്കുന്ന സമയത്ത് മാത്സിനാണ് ഏറ്റവും കൂടുതൽ ടൈം കൊടുത്തിരുന്നത്. കാരണം എനിക്ക് മാത്സ് ചിലപ്പോൾ പെട്ടെന്നൊന്നും ക്ലിക്ക് ആവില്ല. അപ്പോൾ നമ്മൾക്ക് ഏതാണോ, ഇപ്പോൾ ചില ആൾക്കാർക്ക് ലാംഗ്വേജ് ആയിരിക്കും വിഷയം. അപ്പോൾ നമ്മൾക്ക് ഏതാണോ പ്രശ്നം അതിന് കൂടുതൽ സമയം കൊടുക്കുക, മറ്റേതിന് കുറഞ്ഞ സമയം കൊടുക്കുക. സിമ്പിൾ റൂളാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു ടൈം ബ്ലോക്കിംഗ് വേണം. ടൈം ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഒറ്റ സ്ട്രക്ചറിൽ ഭയങ്കര ടോപ്പായിട്ട് പഠിക്കുക, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നമ്മൾ ചില ആൾക്കാർ പെട്ടെന്ന് മോട്ടറാവും, അല്ലെങ്കിൽ മോട്ടിവേഷനൊക്കെ കൂടിയിട്ട് ഇന്ന് ഞാൻ 5 മണിക്കൂർ പഠിക്കും, ഇനി ഞാൻ 4 മണിക്കൂർ, പിന്നെ ഒറ്റ സ്ട്രക്ചറിൽ മരണപ്പെടുത്തം, ഫുള്ള് പഠിത്തം. അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു നേക്കിൽ പഠിക്കണം. അതായത് ഇപ്പോൾ 1 മണിക്കൂർ പഠിക്കുക, ഒരു 5 മിനിറ്റ് റെസ്റ്റ്, ഒരു 5 മിനിറ്റ് ഫോണുമ്പോൾ കളിച്ചോളി, കുഴപ്പമില്ല. എന്താ ഫോണുമ്പോൾ കളിക്കണ എന്താ വലിയ തെറ്റൊന്നുമില്ല, അത് അപരാധ വലിയ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ പേരൻസ് ചീത്ത പറയും, പേരൻസ് ചിലപ്പോൾ അപ്ലൈക്കാരം കാണുക, അത് നമ്മൾ അത്രയും നേരം പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഫോൺ എടുക്കുമ്പോൾ അപ്ലൈക്കാരം 24 മണിക്കൂറും ഫോണിലാണോ, അങ്ങനെയൊക്കെ ഒരു പറയും. പക്ഷേ മെയിൻ ചെയ്യണ്ട, പോട്ടെ, വല്ലി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 1 മണിക്കൂർ പഠിക്കുക, ഒരു 5 മിനിറ്റ് ഫോണും കളിക്കുക, റീൽ കാണുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഒന്നും പ്രശ്നമില്ല. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഒരു കുറച്ച് ഗ്യാപ്പ് എടുത്തില്ല, ഒരു 10-15 മിനിറ്റ്, ഇനി 5 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് എടുത്തോളൂ. എന്നിട്ട് പിന്നെ അടുത്തൊരു മണിക്കൂർ പഠിക്കുക. അങ്ങനെ ഒരു ടൈം ബ്ലോക്കിംഗ് വേണം. കണ്ടിന്യൂസ് ഒറ്റ സ്ട്രക്ചർ ഇങ്ങനെ മരിച്ചിരുന്ന് ഇങ്ങനെ പഠിക്കരുത്. എനിക്ക് പരീക്ഷയാണ് നാളെ, ഞാൻ അങ്ങനെ ഫുൾ പഠിത്തം, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഒരു ബ്ലോക്കിംഗ് വേണം. പിന്നെ അതേപോലെ തന്നെ ആക്റ്റീവ് റീകോൾ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
പല ആളുകളുടെയും പ്രശ്നം എന്താണെന്ന് അറിയോ, കുറേ പഠിക്കും, വലിച്ചു വാരി പഠിക്കും, ഫുൾ പഠിക്കും, എന്നിട്ട് പരീക്ഷയ്ക്ക് ഒരു കുന്തം ഓർമ്മ കിട്ടൂല. കാരണം എന്താണെന്നറിയോ, ഇത് റീകോൾ ചെയ്യാത്തതുകൊണ്ടാണ്. വെറും പഠിത്തം കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ റീകോൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്കത് പരീക്ഷയ്ക്ക് ഓർമ്മിക്കാൻ കിട്ടുള്ളൂ. നമ്മളെ ബ്രെയിനിൻ്റെ ഒരു സെറ്റപ്പാണ്. നമ്മളൊരു സാധനം പഠിച്ചിട്ട് അത് വീണ്ടും റീകോൾ ചെയ്തു, പിന്നെ റീകോൾ ചെയ്തു, അങ്ങനെ എത്രത്തോളം നമ്മൾ റീകോൾ ചെയ്യുന്നോ അത്രത്തോളം അത് നമ്മളെ മൈൻഡിൽ എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്ത് നിൽക്കും. നമ്മളൊരു സാധനം റീകോൾ ചെയ്യാത്ത കാലത്തോളം എന്ത് ചെയ്യില്ല, അത് നമ്മളെ മൈൻഡിൽ നിൽക്കൂല. അതൊരു സത്യമാണ്, അതൊരു നഗ്നമായ സത്യം. അപ്പോൾ നിങ്ങളൊരു സാധനം പഠിച്ചിട്ട് അത് 2-3 തവണ നിങ്ങൾ റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അത് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവും. നേരെ മറിച്ച് നമ്മളിങ്ങനെ പഠിച്ചു, എന്നിട്ട് രാവിലെ പിറ്റേന്ന് പോയി പരീക്ഷ ചെയ്താൽ, ഇത് ഞാൻ ഇന്നലെ പഠിച്ചതാണല്ലോ, എന്നിട്ട് എന്താ ഓർമ്മ കിട്ടാത്ത, അതൊരു സത്യമാണ്. അത് ഓർമ്മ കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റീകോൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, റീകോളും സെറ്റ് ചെയ്യണം. നമ്മൾ ഈ ടൈം ടേബിൾ നമ്മൾ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ ലാസ്റ്റ് വേണ്ടത് ഒരു ബഫർ ടൈമാണ്. അപ്പോൾ അതെന്താണ് സാർ ബഫർ ടൈം? അതായത് നമ്മൾ ഏത് ആൾക്കാർ ടൈം ടേബിൾ ഇട്ടാലും ആ ടൈം ടേബിൾ പക്ക സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ആക്ച്വലി കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ നമ്മൾ റോബോട്ടൊന്നല്ല. എന്തായാലും ടൈം ടേബിൾ പൊട്ടും. ഞാനൊക്കെ എത്രമാതിരി ടൈം ടേബിൾ ഇട്ടിരിക്കണു, കുറേ പൊട്ടിയിട്ടുണ്ട്, പൊട്ടും, അത് സ്വാഭാവികമാണ്, സർവ്വസാധാരണയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു ഇൻ്റെത് മാത്രമേ പൊട്ടുള്ളൂ, ഞാൻ എന്താ ഇങ്ങനെ, അങ്ങനെ വിചാരിക്കരുത്. എല്ലാ മനുഷ്യന്മാരും ടൈം ടേബിളൊക്കെ നമ്മളിപ്പോൾ ഒരു സാധനം ഇട്ടാൽ ചിലപ്പോൾ 5 മണിക്ക് എണീക്കണം വിചാരിച്ച് ചിലപ്പോൾ 5:15 എണീക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ഒരു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ പറ്റാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒരു ബഫർ ടൈം, ഒരു എക്സ്ട്രാ ഒരു അരമണിക്കൂർ എന്ത് ചെയ്യുക, വെറുതെ ഫ്രീ ആക്കി ഇടുക, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു 1 മണിക്കൂർ വെറുതെ ഫ്രീ ആക്കി ഇടുക. അതായത് നമ്മൾ ആ ഒരു ടൈം ടേബിളിൽ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പാളിയിട്ടുണ്ടെങ്കിൽ ആ ടൈം റീമേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ടൈം ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റുള്ള ഈ ഫ്ലെക്സിബിലിറ്റി ബഫർ. അതും നമ്മുടെ ടൈം ടേബിൾ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ ക്രോണോ ടൈപ്പ്, നിങ്ങൾ ഏർലി ബേർഡ് പീപ്പിൾസ് ആണോ, നൈറ്റ് ഓൾ പീപ്പിൾസ് ആണോ, രാത്രിയിൽ പ്രൊഡക്റ്റീവ് ആവുന്നവരാണോ, അതോ രാവിലെയിൽ പ്രൊഡക്റ്റീവ് ആവുന്നവരാണോ, അത് കണ്ടെത്തുക. പിന്നെ ബാക്കിയുള്ള 80-20 റൂൾസ്, അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് നിങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാന്നറിയാം, ഞാൻ എന്നോട് ഒരുപാട് വിദ്യാർത്ഥികൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു, സാർ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തരോ. ഞാൻ സിമ്പിളായിട്ടൊരു ആൻസർ പറയാം. ആക്ച്വലി നിങ്ങളുടെ ടൈം ടേബിൾ ഞാനല്ല സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഏത് ടൈപ്പാണെന്നുള്ളത് നിങ്ങൾക്കാണ് അറിയാം, അല്ലാതെ എനിക്കല്ല അറിയാം. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് വീക്ക് എന്നുള്ളത് നിങ്ങൾക്കാണ് അറിയാം, അല്ലാതെ എനിക്കല്ല അറിയാം. സോ നിങ്ങളാണ് നിങ്ങളുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ രാവിലെയുള്ള പീപ്പിൾസിന്, അതായത് ഫോർ ഏർലി ബേർഡ്സ്, രാവിലെ പ്രൊഡക്റ്റീവ് ആവുന്നവർക്കും രാത്രി പ്രൊഡക്റ്റീവ് ആവുന്നവർക്കും ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ഫോക്കസ് ചെയ്യണം. ഞാൻ ഒരിക്കലും നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാം. ഇത് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് അടിപൊളിയാണ് തോന്നുമെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു മോഡൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. എങ്കിലും ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ഇതിവൃത്തം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഏർലി ബേർഡ് പീപ്പിൾസ് രാവിലെ ഭയങ്കര ആക്റ്റീവ് ആവുന്ന ആളുകളാണെന്നെങ്കിൽ അവർ രാവിലെയാണ് കൂടുതൽ സമയം എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അല്ലെങ്കിൽ രാവിലെ എന്ത് ചെയ്യണം, ഒന്നും കൂടി ടഫായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് അത് രാവിലെ പഠിക്കണം. കാരണം അവർക്ക് രാവിലെയാണ് എന്ത് ഭയങ്കര അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുക. സോ അവർ രാവിലെ എന്ത് ചെയ്യണം, രാവിലെ നേരത്തെ എണീക്കും വേണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിനിറ്റ്, ഒരു 6 മണി ടു 6:30 AM ആകുമ്പോഴെങ്കിലും എണീക്കണം. അത്രയും നേരത്തെ എണീക്കുക. അല്ലെങ്കിൽ ഒരു 5:30 to 6 എന്ത് ചെയ്യുക, എന്നിട്ട് എണീറ്റിട്ട് എന്ത് ചെയ്യുക, ഫ്രഷ് അപ്പ് അതായത് നിങ്ങൾക്ക് ഇനി രാവിലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജസ്റ്റ് തൊഴാനോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാനോ അല്ലെങ്കിൽ നിസ്കരിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റപ്പായിട്ട് ചെയ്യുക. ഒരു 6:30 ആകുമ്പോഴത്തേന് എല്ലാ പരിപാടിയും കഴിയണം. 6:30 മുതൽ 7:30 വരെ കാമ്പായിട്ട് പഠിക്കാം, ഇരുന്ന് പഠിക്കുക. ഏതാണ് നിങ്ങളുടെ ടഫ് സബ്ജക്റ്റ് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. 6:30 വരെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, രാവിലെ ഒക്കെ എണീറ്റ് ഒന്ന് ചായയൊക്കെ കുടിച്ച് പല്ലൊക്കെ തേച്ച് ഒന്ന് ഉഷാറായിട്ടൊന്ന് വാഷൊക്കെ ചെയ്ത് ഇന്ന് പത്രമൊക്കെ വായിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും 2 റീലൊക്കെ കണ്ട് ഒന്നൊന്ന് ഓണായിട്ട് എന്ത് ചെയ്യുക, ഒരു 6:30 മുതൽ 7:30 വരെ കിഡിലനായിട്ട് പഠിക്കാം, അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സ്കൂൾ പോകാനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്യാം. എന്നിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ടു വന്നിട്ട് വൈകുന്നേരങ്ങൾ 4:00 വന്നിട്ട് സ്കൂൾ വിട്ടു വേഗം വരൂ ഓടി വന്ന് പഠിക്കാം, അങ്ങനെ ഒന്നും പഠിക്കണ്ട. ഓക്കെ, എന്താ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ലല്ലോ, അത്ര ടോപ്പായിട്ടൊന്നും പഠിക്കണ്ട. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ വൈകുന്നേരത്തെ കളിയും പരിപാടിയും എൻ്റർടൈൻമെൻറ്റൊക്കെ ഒഴിവാക്കേണ്ടി വരും. പക്ഷെ ഇപ്പം തന്നെ നിങ്ങൾ അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ഒഴിവാക്കണമെന്ന് ഞാൻ പറയില്ല. വൈകുന്നേരം എന്ത് ചെയ്യുക, കളിക്കുക, കുറച്ച് എൻജോയ് ചെയ്യുക, ഒന്ന് ഉഷാറാക്കുക. വൈകുന്നേരം ഒന്ന് പാടത്തൊക്കെ പോയിട്ടൊന്ന് കളിക്കുക. ഇനി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ സറൗണ്ടിങ്സിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അയൽവാസികളോടൊക്കെ ഒന്ന് സംസാരിച്ച് കുടുംബക്കാരോടൊക്കെ ഒന്ന് ഒരു സല്ലപിച്ച് ഒന്ന് ഉഷാറായിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ടൊരു രാത്രി ഒരു 7 മണി മുതൽ 9 മണി വരെ എന്ത് ചെയ്യുക, വീണ്ടും പഠിക്കുക. ഓക്കെ, വീണ്ടും വേറെ എന്താണ് നമുക്ക് വലിയ ഒരു ടഫ് ഒന്നും തോന്നാത്ത സബ്ജക്റ്റുകൾ എന്താ ബാക്കി പഠിക്കുക. അതിൽ തന്നെ റീകോളും സെറ്റ് ചെയ്യുക. അതായത് ആക്റ്റീവ് റീകോൾ, നമ്മൾ രാവിലെ പഠിച്ച കാര്യങ്ങളും രാത്രി പഠിച്ച കാര്യങ്ങളും ഒന്നും കൂടെ എന്ത് ചെയ്യുക, റീകോൾ ചെയ്യുക.
പിന്നെ 9 മണി മുതൽ 10 മണി വരെ ബഫർ ടൈം ഉണ്ട്, അരമണിക്കൂർ. ആ ബഫർ ടൈം അതിൽ ഇൻക്ലൂഡഡ് ആട്ടോ. ആ സമയത്ത് ആ 9 to 10 സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫുഡ് കഴിക്കണം, പിന്നെ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബഫർ ടൈം ഞാൻ പറഞ്ഞല്ലോ, ഈ രാവിലെയുള്ള പ്ലാൻ മേ ബി 6:30 to 7:30 AM നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പണിക്ക് നിങ്ങളെ അമ്മ ഏൽപ്പിച്ചു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അതിന് പോകേണ്ടി വരും. അപ്പോൾ അതിന് പോകുമ്പോൾ ചിലപ്പോൾ ഒരു അരമണിക്കൂർ അവിടെ ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാവാം. അപ്പോൾ 1/2 മണിക്കൂർ ഇവിടെ എന്ത് ചെയ്യുക, രാത്രി പേക്കപ്പ് ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഇതാ 7 മണി മുതൽ 9 മണി വരെ ഒരാളിങ്ങനെ പഠിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പർപ്പസിന് ആരെങ്കിലും വിളിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വല്ല വിരുന്നുകാർ വന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അരമണിക്കൂർ പോകും. അപ്പോൾ ആ അരമണിക്കൂർ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, ബാക്കപ്പ് ചെയ്യണം. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോഴത്തേന് എന്ത് ചെയ്യണം, പരിപാടി നിർത്തിയിട്ട് ഉറങ്ങണം. അത് ഏർലി ബേർഡ് പീപ്പിൾസ്, കാരണം അവർക്ക് രാവിലെ 5 മണി അല്ലെങ്കിൽ 5:30 അല്ലെങ്കിൽ 6 മണി ആകുമ്പോഴത്തേന് എണീക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഒരു 10 മണിക്കെങ്കിലും ഉറങ്ങണം. കൃത്യമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കം കിട്ടണം. ആ ഒരു സ്ട്രക്ചർ കറക്റ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര മണിക്കൂർ പഠിച്ചു, രാവിലെ 1 മണിക്കൂർ പഠിച്ചു, രാത്രി 2 മണിക്കൂർ പഠിച്ചു, അപ്പോൾ ഒരു ദിവസം 3 മണിക്കൂർ. അത് മതി, അതിൽ കൂടുതലൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഒരു ദിവസം 3 മണിക്കൂറൊക്കെ പഠിച്ചാൽ തന്നെ ധാരാളമാണ്. ഓക്കെ, പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർ ഡൗട്ട് ഉണ്ടാവും, ഒരു ദിവസം 3 മണിക്കൂറൊക്കെ പഠിക്കണം. അത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ദിവസം 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 3 മണിക്കൂറൊന്നും കിട്ടണമെന്നില്ല, 2:30 2:45 ഉണ്ടാവുള്ളൂ. അത് മതി, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 മണിക്കൂർ പറയുന്നത്. പക്ഷെ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ, അല്ലെങ്കിൽ പണി പാടും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പം തന്നെ ഒരു സിസ്റ്റമാറ്റിസം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. മറ്റേത് ലാസ്റ്റിക്ക് നമ്മൾ കുറേ കാട് കയറി പഠിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ എന്ത് ചെയ്യുക, 3 മണിക്കൂർ ഗോൾ സെറ്റ് ചെയ്യുക. ചിലപ്പോൾ ആദ്യ ദിവസം തന്നെ അങ്ങോട്ട് എത്തൊന്നുമില്ല, ഒരു 2 മണിക്കൂർ നമുക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ പതിയെ നിങ്ങൾക്ക് അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നൈറ്റ് ബേർഡ് പീപ്പിൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നൈറ്റ് ഓൾ പീപ്പിൾസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുക, അവർ മെയിനായിട്ട് നൈറ്റിലാണ് പ്രൊഡക്റ്റീവ് ആവുക. അപ്പോൾ രാവിലെ ഇങ്ങനെ ഗതി കെട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 7 മണിക്കൊക്കെ സാധാരണ കുറച്ച് ലാവിഷായിട്ട് എണീക്കുക. ഇനി അതിൻ്റെ ഇടയിൽ നിസ്കരിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ അവർ സുബൈക്ക് നിസ്കരിച്ചിട്ട് വീണ്ടും ഒന്ന് കടന്നുറങ്ങിയാൽ മതി. ഞാനൊക്കെ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ 7 മണിക്ക് എണീക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ സാധാ കാര്യങ്ങൾ എന്തെങ്കിലും 2 റീലൊക്കെ കണ്ടൊന്ന് ഉഷാറായിട്ടൊന്ന് എൻ്റർടൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്കൂളിലൊക്കെ പോയിട്ട് വൈകുന്നേരം ഇതേ പറഞ്ഞ പോലെ തന്നെ കളിക്കാനൊക്കെ പോയിട്ട് രാത്രി ഒരു 7:30ക്ക് എന്ത് ചെയ്യുക, പഠനം സ്റ്റാർട്ട് ചെയ്യുക. 7:30 to 8:30 പഠനം. പിന്നെ 8:30 മുതൽ ഒരു 9 മണി വരെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. ഓക്കെ, ഫുഡ് കഴിക്കണമായിരിക്കും ഒന്നും കൂടി ബെറ്റർ. എന്നിട്ട് 9 മണി മുതൽ വീണ്ടും 11 മണി വരെ അടുത്ത പഠനം. ഓക്കെ, 11 മണി മുതൽ 11:30 വരെ ബഫർ ടൈം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 11:30 to 12 മണി ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഉറങ്ങണം. ആ 12 മണി പിന്നെ നിങ്ങൾ കാണരുത്. 11:30 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉറങ്ങാൻ പോകണം. 12 മണി ആകുമ്പോൾ നിങ്ങൾ ഉറങ്ങണം. ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക. ഇവിടെയും രാത്രി നിങ്ങൾ എത്ര മണിക്കൂർ പഠിച്ചു, 7:30 to 8:30 1 മണിക്കൂർ, 9 മണി to 11 മണി 2 മണിക്കൂർ. അപ്പോൾ 2 1 3 മണിക്കൂർ, അത് മതി. ഓക്കെ, നിങ്ങൾ ഇപ്പോഴും ചില ആൾക്കാരുണ്ട് ഈ 3 മണിക്കൂറൊക്കെ കുറച്ച് ഓവറല്ലേ, കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ പണ്ട് CID മൂസിൽ. അതേപോലെ തന്നെ കുറച്ച് ഓവറായാലും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ, അപ്പോഴേ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ 2 മിനിറ്റ് പഠിച്ചാൽ ഇത് മതി, അത് പോരാ. നിങ്ങൾ ഇപ്പോൾ ഈ സിവിൽ സർവീസ്, UPSC, നീറ്റ്, JEE, കീം, അല്ലെങ്കിൽ SSC, PSC, RRB അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഇനി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ എഴുതും. അപ്പോൾ അങ്ങനത്തെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഓരോരുത്തർ 10ഉം 12 മണിക്കൂറാണ് പഠിക്കുന്നത്. ഞാൻ വെറുതെ തള്ളൊന്നുമില്ല, ഞാൻ അങ്ങനെ വെറുതെ തള്ളലൊന്നുമില്ല. 10 മണിക്കൂറൊക്കെ പഠിക്കും. എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട് സർക്കിൾ ഒരുപാട് ആൾക്കാരുണ്ട് 10 മണിക്കൂർ, 8 മണിക്കൂർ, 12 മണിക്കൂറൊക്കെ പഠിക്കുന്ന ആളുകൾ. ഞാനും പണ്ട് പഠിച്ചിരുന്നു 10 മണിക്കൂർ, 8 മണിക്കൂറൊക്കെ ഞാൻ പഠിച്ചിരുന്നു കേട്ടോ, തള്ളല്ല, പണ്ട് ഞാൻ പഠിച്ചിരുന്നു. ഇപ്പം അങ്ങനെ അത്രയൊന്നും പഠിക്കുന്നില്ല, കാരണം ഇപ്പം അങ്ങനെ പഠിക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് 10 മണിക്കൂർ നമുക്ക് പഠിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് വരണം. നമ്മൾ പണ്ട് മുതലേ കുറച്ച് നല്ല ഇരുന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്താലേ നമുക്ക് പിന്നീട് അത് ഉപകരിക്കപ്പെടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ ഗോൾ സെറ്റ് ചെയ്തിട്ട് പഠിച്ച് തുടങ്ങുക. അപ്പോൾ ചിലപ്പോൾ ഒരു ഫസ്റ്റ് ദിവസം 2 മണിക്കൂറേ കഴിയുള്ളൂ, 2ാം ദിവസം 2.5 മണിക്കൂറാവും, 3ാം ദിവസം 2.25 അങ്ങനെ നമുക്ക് പതിയെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം, നിയമപ്രകാരമുള്ളൊരു മുന്നറിയിപ്പാണ്. അതായത് ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നാലും ചില ആളുകൾക്ക് എന്തുണ്ടാവും, ഇത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, റോബോട്ടുകളൊന്നുമല്ല. ഇതിപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ ഇട്ടാൽ ആ ടൈം ടേബിൾ കറക്റ്റ് ഇതുപോലെ അതുപോലെ അതങ്ങനെ തന്നെ പ്രവർത്തികമാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാം, സ്വാഭാവികമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അടുത്ത ദിവസം മേക്കപ്പ് ചെയ്യണം. ഇതിപ്പോൾ ആഴ്ചയിൽ ഒരു 6 ദിവസങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, 7ാമത്തെ ദിവസം ഒരു സൺഡേ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡേ ഫുൾ ഫ്രീ ആക്കി ഇടുക. അന്ന് നിങ്ങളൊരു കുന്തവും പഠിക്കണ്ട, ഫുൾ എൻജോയ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അന്ന് ഫുള്ളായിട്ട് കൂളാക്കി ചില്ലാക്കി ഇടുക. അപ്പം നിങ്ങൾക്ക് എന്താ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഒരു പരിപാടി വന്നു. അപ്പോൾ ആ പരിപാടി വന്നാൽ അന്നേ ദിവസത്തെ നിങ്ങളെ പഠനം മുടങ്ങും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒഴിച്ചിട്ട ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീമേക്ക് ചെയ്യാൻ പറ്റും.
സമൂഹത്തിലോ. അപ്പോൾ ആ രീതിയിൽ എന്ത് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, ചിലപ്പോൾ എന്താണ് എല്ലാതും നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നടന്നോളുന്നില്ല. പക്ഷേ നിങ്ങൾ പ്ലാൻ ചെയ്ത ടൈം ടേബിൾ പ്രകാരം ഒരു 95% അതിനോടൊപ്പം പിടിക്കാൻ നോക്കുക. മാക്സിമം അതേപോലെ ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്തിട്ട് നല്ല സെറ്റായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഏർലി ബേർഡ് പീപ്പിൾസും നൈറ്റ് ഓൾ പീപ്പിൾസും അല്ലാതെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് രാത്രി പഠിച്ചാലും കുഴപ്പമുണ്ടാവില്ല, രാവിലെ പഠിച്ചാലും കുഴപ്പമുണ്ടാവില്ല. കാരണം രണ്ടും ഏകദേശം ഈക്വലാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അവർ ഒന്നും കൂടി ബെറ്റർ രാവിലെ പഠിക്കുന്നതായിരിക്കും. കാരണം രാവിലെ ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും. പിന്നെ രാവിലെ നമ്മളൊരു ഫ്രഷ് മൈൻഡാണ്. പ്രത്യേകിച്ച് നമ്മൾക്ക് നമ്മളൊന്നുകൊണ്ട് എക്സോസ്റ്റഡ് അല്ല. വൈകുന്നേരം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് എക്സോസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഒന്നും കൂടി കംഫർട്ട് രാവിലെ കുറച്ച് അടിപൊളിയായിട്ട് പഠിക്കുക, രാത്രി കുറച്ച് ലൂസാക്കിയിട്ട് പഠിക്കുക. അങ്ങനെയൊക്കെ ഒന്നും കൂടി ബെറ്റർ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ രാത്രിയാണ് ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ രാത്രി ചൂസ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് പീപ്പിൾ ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അതുപോലത്തെ ഒരു പ്ലാൻ, ഒന്നുകിൽ ഈ പ്ലാൻ ഫോളോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. സോ സി യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ അർക്കൽ. ഗുഡ് ബൈ. എല്ലാവർക്കും നല്ലൊരു മാർക്ക് ആശംസിക്കുന്നു. ഓക്കെ.